ഭൂമിയുടെ അവസ്ഥ മാറാൻ പോകുക. ഇവിടെ കള്ളങ്ങളില്ലാത്ത, ചതിവില്ലാത്ത, മതഭക്തിയില്ലാത്ത, ഇവിടെ എന്താണ് യുദ്ധങ്ങളില്ലാത്ത, രോഗമില്ലാത്ത മനോഹരമായിരിക്കുന്ന 1000 ആണ്ട് വാഴ്ച ആരംഭിക്കാൻ പോവുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഭൂമി മുഴുവനും സമാധാനം കൊണ്ട് നിറയാൻ പോവുകയാണ്. ഈ ഭൂമിയുടെ കണ്ണുനീര് തുടയ്ക്കപ്പെടാൻ പോവുകയാണ്. ഈ ഭൂമിയിൽ സന്തോഷ സമൃദ്ധി ഉണ്ടാകാൻ പോവുകയാണ്. യുദ്ധങ്ങളോ രോഗങ്ങളോ മറ്റു വിധമായിരിക്കുന്ന കൊള്ളരുതാഴികളോ ഇല്ലാത്ത, കൊലപാതകങ്ങളില്ലാത്ത മനോഹരമായിരിക്കുന്ന 1000 ആണ്ട് വാഴ്ച. ഇവിടെ മൃഗങ്ങളാൽ ആപത്തുണ്ടാവുകയില്ല. പുള്ളിപ്പുലിയും കുഞ്ഞാടും കൂടെ ഒന്നിച്ച് പുല്ല് മേയുന്ന, അതേ കാളയെ പോലെ സിംഹം വൈക്കോലിൽ നിന്ന് 1000 വർഷത്തെ വാഴ്ച ആരംഭിക്കാൻ പോകുന്നത് കൊണ്ട് അവൻ മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാൻ അവൻ സകല ജാതികളോടും പറയുന്നത് മാനസാന്തരപ്പെടണം. അവൻ എല്ലാ ജാതി മതസ്ഥരോടും പറയുന്നു യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാൽ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം കൽപ്പിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നവരെ ഹൃദയത്തിന് ആശ്വാസം നൽകി തരുവാൻ കഴിയാത്ത, മരിച്ചതിന് ശേഷം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് തിരിച്ചറിവില്ലാത്ത മതഭക്തികളെ വിട്ടുകളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി സ്വന്തം പ്രാണനെ കൊടുത്ത് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൽ വിശ്വസിപ്പാൻ ആ ഏകനിൽ മാത്രം ആശ്രയിക്കുന്നതാണ് മാനസാന്തരം. അതിനുശേഷം നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുമ്പോഴേ ദൈവം തന്റെ പരിശുദ്ധാത്മാവിന്റെ ദാനം നമുക്ക് തരും. അതായത് പരിശുദ്ധാത്മാവ് പറഞ്ഞ നിത്യജീവൻ, ഒരിക്കലും മരണമില്ലാത്ത ദൈവത്തിന്റെ ജീവൻ നിനക്ക് തരാമെന്ന്